ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഒരു ചാനലുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കാര്യവും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് അംഗനവാടിയിൽ, എൻ്റെ മോന് 4 വയസ്സുണ്ട്. അംഗനവാടിയിലുണ്ടായ ഒരു അനുഭവം എൻ്റെ കുഞ്ഞിന് മാത്രമല്ല, ആ അംഗനവാടിയിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായ ഒരു അനുഭവം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ആലപ്പുഴ ജില്ലയിലെ 105-ാമത്തെ ഹൗസിംഗ് കോളനി വാർഡിലെ അംഗനവാടിയിലാണ് ഈ സംഭവം നടക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ അവിടെ അവർ നിർബന്ധിച്ച് 2.5 വയസ്സായപ്പോൾ അവർക്ക് കുട്ടികളെ തികയ്ക്കാൻ വേണ്ടിയിട്ട് ചേർപ്പിക്കുകയായിരുന്നു. അതിനുശേഷം കുഞ്ഞിനെ സ്കൂളിലേക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നിങ്ങൾ മാറ്റണ്ട, അപ്പോൾ അവർക്ക് കുട്ടികൾ കുറവായിരുന്നു. അപ്പോൾ അവർക്ക് കുട്ടികൾ കുറഞ്ഞ് അംഗനവാടി അത് ബാധിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കണം അവർ കുഞ്ഞിനെ UKG ചേർത്താൽ മതി, ഞങ്ങളെല്ലാം പഠിപ്പിച്ചെടുത്തോളാം എന്നും പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് ചേർപ്പിച്ചു. പിന്നെ അവിടെ തന്നെ തുടർന്ന് വിടുകയുണ്ടായി. അവിടുത്തെ ടീച്ചർ ഭയങ്കര കെയർലെസ്സാണ്. കുട്ടികൾ തന്നെ കാണിക്കും, അമ്മ ടീച്ചർ എന്തെടുക്കുന്നു ഒന്നും പഠിപ്പിക്കില്ല, ഇങ്ങനെ ഇരിക്കും, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത്, ഞങ്ങളുടെ അംഗനവാടിയിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഫോണിലൂടെയാണ്. ഒരു ടീച്ചർക്ക് കുട്ടികളെ പഠിപ്പിക്കുക എന്നതിനപ്പുറം, അല്ലെങ്കിൽ കുട്ടികളെ കെയർ ചെയ്യുക എന്നതിനപ്പുറം ഫോണിനകത്തുകൂടെ ഒരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് അംഗനവാടിയുടെ അതോറിറ്റികൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് വേണ്ടുള്ളത്. അല്ലാണ്ട് കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ കഴിഞ്ഞ ഒരിടയ്ക്കാണ് ഒരു കുഞ്ഞ് തലയടിച്ച് വീണിട്ട് അംഗനവാടി അധികൃതർ അവരുടെ വീട്ടുകാരെ അറിയിക്കാഞ്ഞിട്ട് ആ കുഞ്ഞുമോൻ മരിച്ചത്. നാളെ എൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, അമ്മമാരുള്ളവർ ഒരുപാട് പേര് കാണുന്നുണ്ടാവും. നാളെ നമ്മുടെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവില്ല എന്ന് എന്തുറപ്പാണ് നമുക്ക് നൽകാൻ കഴിയുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ നാട് മുഴുവൻ തക്കാളിപ്പനി വന്നു. ടീച്ചറുടെ കുട്ടിക്കും തക്കാളിപ്പനി വന്നു. ടീച്ചർ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ടീച്ചർ ലീവ് എടുക്കുക. ടീച്ചറിനറിയാം ഇത് സ്പ്രെഡ് ചെയ്ത് പോകുന്ന കാര്യമാണെന്ന്. ടീച്ചർ ഒന്നെങ്കിൽ ലീവ് എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ അമ്മമാരെ അറിയിക്കുക, രക്ഷകർത്താക്കളെ അറിയിക്കുക, എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വിടാണ്ടിരിക്കുക, ഇത് പകരുന്ന ഒരു കാര്യമാണ്. ആരെയും അറിയിച്ചില്ല. ആ അംഗനവാടിയിലുണ്ടായിരുന്ന അത്രയും കുഞ്ഞുങ്ങൾ എന്ത് വേദന സഹിച്ചിട്ടുണ്ടാവും. കാലിൻ്റെ വെള്ളയിൽ വരെ പൊളപ്പ് വന്ന് നടക്കാൻ പോലും പറ്റാണ്ട് അത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ടീച്ചർ അംഗനവാടിയിൽ കുട്ടികൾ വന്ന് നിറയുന്നു എന്ന് കണ്ടപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊന്നും ഒരു വിലയില്ല. പിന്നെ പഴയ കുട്ടികളെ അവർക്ക് വേണമെന്നില്ല എന്നുള്ളൊരവസ്ഥ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും പനിയാണെങ്കിൽ കൂടി ഒരു ദിവസം എൻ്റെ കുഞ്ഞിന് തീരെ വയ്യ. ഞാൻ പറഞ്ഞു, ടീച്ചർ ഞാൻ വിടുന്നില്ല, കുഞ്ഞിന് പനിയാണ്, മരുന്ന് കൊടുത്തു വിട്ടോളൂ, കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ടീച്ചർ കുഞ്ഞിനോട് പറയുന്നു, നിനക്കൊരു പനിയുടെ ലക്ഷണമുണ്ടല്ലോ, നീ നാളെ മുതൽ വരണ്ട. ഒരു കുഞ്ഞിൻ്റെ മനസ്സ് എങ്ങനെ ഉണ്ടാവും? 4 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മനസ്സ്. ഒരു ടീച്ചർ മാന്യമായി എന്താണ് ചെയ്യേണ്ടത്? പേരൻസിനെ അറിയിക്കണം അല്ലേ? ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് ഞാൻ ചൈൽഡ് ലൈനിൽ വിളിച്ചറിയിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും സംഭവങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ കൗൺസിലറെ അറിയിച്ചില്ല? അതാണ് അവർ ചോദിച്ചത്. അവർ ചോദിച്ച ചോദ്യം, ഞങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ജില്ലയിലെ അതോറിറ്റി ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ജില്ലയിലെ അതോറിറ്റി അറിയിച്ചു. അന്ന് തന്നെ അവരെന്നെ വിളിച്ചു. ഞാൻ ഓർത്ത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, കുട്ടികൾക്ക് നീതി കിട്ടാൻ പോകുന്നു. എൻ്റെ മോനെ ഞാൻ അംഗനവാടിയിൽ നിന്ന് മാറ്റി, കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ആ ഒരു ഇതില്ല, ഞങ്ങളവിടെ നിന്ന് മാറ്റി, നല്ല സ്നേഹവും ഏറ്റവും വലിയ കാര്യം ആ അംഗനവാടിയിൽ നിന്ന് മാറിയതിന് ശേഷം എൻ്റെ കുഞ്ഞിനൊരു അസുഖം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ ഒരു അംഗനവാടിയിൽ നിന്നും അതുവരെ എൻ്റെ കുഞ്ഞിന് എന്നും ജലദോഷവും മൂക്കൊലിപ്പും തക്കാളിപ്പനി 2 പ്രാവശ്യം കുഞ്ഞിന് തക്കാളിപ്പനി വന്നു. അവിടെ നിന്ന് പകർന്നതാണ്. ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഈ ചൈൽഡ് ലൈൻ അറിയിച്ചിട്ട് ഒരു നീതിയും എങ്ങൊന്നും കിട്ടുന്നില്ല. ഓരോ പേരിൽ ഓരോ സ്ഥാപനങ്ങൾ തുറന്ന് വെച്ചിട്ട് അവർക്ക് സ്റ്റാഫുകളെ വെച്ച് ശമ്പളം കൊടുത്ത് വെറുതെ ഇരിക്കുക. എനിക്ക് ഒഴിവുള്ള ദിവസം ഞാൻ അതിലേ വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം, നിങ്ങൾ അന്നേരം വരൂ, നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം, അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഇത്രയും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ട് നാളെയും ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ച് മരിച്ചാൽ ഒരാഴ്ച വാർത്തകൾ മാത്രമായി തീർന്നു പോകാവുന്ന പ്രശ്നങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകും. എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി എന്താണ് കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരിക.
അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കേട്ടിട്ട് അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറയുക. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്നതിന് നന്ദി. താങ്ക്സ്.